കൊച്ചമ്മ നേരത്തെ എന്നെ വിളിച്ചായിരുന്നു. പാച്ചുപിള്ള മിലിറ്ററിയിൽ കുക്കായിരുന്നില്ലേ? എളുപ്പം ഉണ്ടാക്കാവുന്ന 2 കറികളുടെ പേര് പറയാമോ? അങ്ങനെ ചോദിച്ചാൽ ഈ ഉപ്പും മുളകും കൂടെ ഞെവിടിയാൽ ഒരു കറിയായി. അത് കറിയല്ലല്ലോ. പയറ് വെളിച്ചെണ്ണയിലിട്ട് വറുത്താൽ ഒരു കറിയായി. ശരി, ഒരു കറിയായി. ഇനി മാങ്ങ അവിയൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്തെല്ലാം ചേർക്കണം, എന്തൊക്കെ ചേർക്കണ്ട എന്നൊക്കെ വിശദമായി പറയണം. കൊച്ചമ്മ അങ്ങോട്ട് ചെന്നാട്ടെ, ഞാൻ ഈ പൈപ്പ് ഒന്ന് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് വരാം. ശരി. എന്താ ശരി, കറികളൊന്നുമില്ലേ? നമുക്ക് വേണേ ഷെയർ ചെയ്യാം. വേണ്ട വേണ്ട, ഇന്നലെ രാത്രി മുതൽ വയറിന് നല്ല സുഖമില്ല. അതുകൊണ്ട് കറികളൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. അവളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കറികളിൽ പരീക്ഷണം നടത്തരുത്. ഞാനത് ഉണ്ടാക്കി വെച്ച് നോക്കി. എന്ത് കറിയാ ഇത്? അവൾക്കും ദൈവം തമ്പുരാനും മാത്രം അറിയാം. എല്ലാ കറിയും ഇതുപോലെ. ഹോം സയൻസ് പഠിച്ചു പോയോ? ഇത് തന്നെ ഗതി. പണ്ട് പഠിച്ചതും പത്രങ്ങളിൽ വരുന്ന പാചകക്കുറിപ്പുകളും നോക്കി ഓരോന്ന് കൊടുത്തയച്ചു. രക്തസാക്ഷി നമ്മളും. ബോയ്, ഞാൻ വുഡ്ലൻസിൽ പോയി 2 സെറ്റ് ചപ്പാത്തി വാങ്ങിച്ചു. സാറുണ്ടെന്നല്ലേ? അതൊക്കെ എന്താ നീ അറിയുന്നത്? ഇനി അവിടെ പോയി പറഞ്ഞേക്കരുത് ഞാൻ ഇതൊന്നും കഴിച്ചില്ലെന്ന്. ഓ, സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ ഒക്കില്ല. എല്ലാം ഉഗ്രനാണെന്ന് പറയണം. അറിയാതെ വല്ല ദോഷവും പറഞ്ഞു പോയെങ്കിൽ തെണ്ടിയവൻ. ഇവരിതെങ്ങനെ ഈശ്വരങ്ങളിൽ പടച്ചെടുക്കുന്നു? ചുവപ്പ്, പച്ച, മഞ്ഞ, നീല, വയലറ്റ്. ഇതിന്റെ പേരൊന്നും അറിയണമല്ലോ. ഹലോ ജയന, വസന്തി, ഇന്ന് ഉച്ചയ്ക്ക് കൊടുത്തയച്ച ചുവന്ന കറിയുടെ പേരെന്തുവാ? ഇളം ചുവപ്പല്ല, കടും ചുവപ്പ്. ആ ചോരയുടെ നിറത്തിലുള്ളത്. ഫാമേഴ്സ് വൈറ്റ് ഓംലെറ്റ്. മറ്റതോ? ആ നീല നിറത്തിലുള്ളത്. ഒന്നുമില്ല, ഞാൻ അല്പം രവിക്ക് കൊടുത്തു. അവനത് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പേര് ചോദിച്ചെന്ന് മാത്രം. ഓഹോ, ഓ, ചുമ്മാതാണോ നമ്മളൊക്കെ ചുറ്റി പോണത്? ഇതിന്റെ പേര് കേട്ടാൽ മതിയല്ലോ, ചിക്കൻ ജാൽ ഫ്രീസ്. പ്രിയപ്പെട്ട മോനും മൂക്കുമായി അമ്മ എഴുതുന്നത്. സുഖമായി അവിടെ എത്തിച്ചേർന്ന വിവരത്തിന് രവി അയച്ച കത്ത് കിട്ടി. 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. അവിടെ നിന്നെ ഉപദേശിക്കാനോ പറഞ്ഞു വരാനോ ആരുമില്ലല്ലോ. ജീവിതത്തിൽ വലിയ അനുഭവങ്ങളൊന്നും നിനക്കില്ലെന്ന് അമ്മയ്ക്കറിയാം. പലപ്പോഴും നിനക്ക് ആൾക്കാരോട് പെരുമാറാൻ തന്നെ അറിയില്ല. എന്നാൽ ഇനി അതൊക്കെ ശീലിച്ചേ മതിയാവൂ. ഒരു ഭാര്യ എന്ന വാക്കിന് വളരെയധികം ഉത്തരവാദിത്വങ്ങളുണ്ട്. ഭർത്താവിനെ നീ കാണപ്പെട്ട ദൈവമായി കരുതണം. രവിയുടെ മനസ്സിന് വിഷമം തോന്നത്തക്ക രീതിയിൽ ഒന്നും പറയരുത്. നിന്റെ ഉറക്കം കുറയ്ക്കണം. അവിടെയും നീ രാവിലെ 8 മണി വരെ ഉറങ്ങാറുണ്ടോ? നിനക്ക് അടുക്കളപ്പണിയൊന്നും അറിയില്ലെന്ന് അമ്മയ്ക്കറിയാം. രവിക്കതറിയാമോ? കഴിവതും വേഗം അതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കണം. രവിയോട് അന്വേഷണം പറയണം. ഇവിടെ വേറെ വിശേഷമൊന്നുമില്ല. നിന്റെ തത്തമ്മ പിന്നൊരിക്കൽ ഇവിടെ വന്നിരുന്നു. നിന്റെ പേര് ചൊല്ലി ഒരുപാട് കരഞ്ഞു. അമ്മയ്ക്ക് സുഖം തന്നെ. ആരുടെ കത്ത്? അമ്മയുടെയാ. ചേട്ടനെന്താ പൊട്ടിച്ചു വായിക്കുന്നത്? നന്ദിനിക്കുട്ടിയുടെ പേരിൽ വരുന്ന കത്ത് ഞാൻ പൊട്ടിച്ചു വായിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി. എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല. എന്നെ അന്വേഷിച്ചിട്ടുണ്ടോ? പ്രത്യേകമായി അന്വേഷണം അറിയിക്കാൻ എഴുതിയിട്ടുണ്ട്. സന്തോഷം. അല്ല, എനിക്ക് തരാമെന്ന് പറഞ്ഞ ചായ എവിടെ? അയ്യോ, ഞാനിപ്പോ കൊണ്ടുവരാം. എന്റെ കറികളൊന്നും കൊള്ളില്ലല്ലേ? എന്നാര് പറഞ്ഞു? എനിക്കറിയാം. നന്ദിനിക്കുട്ടി വിഷമിക്കണ്ട, അതിനുള്ള പരിഹാരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ, ആ ടീപ്പോയുടെ പുറത്ത് ഞാൻ ഒരു പൊതി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ എടുത്തേ. ആ
പൊതിയഴിച്ച് എന്താ നോക്കി? ആ പേരൊന്ന് വായിച്ചേ. പാചകവിധി. ആ, നാളെ മുതൽ പഠിത്തം തുടങ്ങി. ഒഴിവുള്ളപ്പോ ഞാൻ ട്യൂഷൻ തരാം. എന്താ പോരെ? നന്ദിനി കുട്ടിയുടെ കൈകൊണ്ട് എന്ത് വെച്ചാലും ഞാൻ സ്വാദോടെ കഴിക്കും. വിഷം പോലും എന്ന് വെച്ച് വിഷമൊന്നും കൊടുത്തയച്ചാലേ. നമുക്ക് ഒരു ബുക്ക് ഷെൽഫ് വാങ്ങണ്ടേ? ബുക്ക് ഷെൽഫ് എന്തിന്? പുസ്തകങ്ങൾ വയ്ക്കാൻ. എന്റെ കയ്യിൽ 50 പുസ്തകങ്ങളുണ്ട്. 50 പുസ്തകങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവന്നു? വീട്ടിൽ നിന്ന് പോന്നപ്പോ കൊണ്ടുവന്നു. പെട്ടിയിലുണ്ട്. അമ്മ കണ്ടില്ല. അമ്മയ്ക്ക് ഞാൻ പുസ്തകം വായിക്കുന്നതേ ഇഷ്ടമല്ല. ചേട്ടന് ഇഷ്ടമാണോ? ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ ഭാഗവതോ രാമായണോ മറ്റോ ആണെങ്കിൽ പുണ്യം കൂടെ കിട്ടും. ഞാൻ വായിക്കുന്നത് നോവലുകളാ. അതും രജനിയുടെ പുസ്തകങ്ങളാ കൂടുതലും. ആരെ രജനി? കക്ഷിയാണോ പെണ്ണോ? ആള് തന്നെ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കാൻ എന്ത് രസമാണെന്നോ. കോളേജിൽ വെച്ചിന്റെ ഓട്ടോഗ്രാഫ് എഴുതി തന്നിട്ടുണ്ട്. അതെ, ചേട്ടൻ പുസ്തകങ്ങൾ വായിക്കാറില്ലേ? അതിൽ മാത്രം ഞാൻ നന്ദിനിക്കുട്ടിയോട് കൂട്ടുകൂടില്ല. അക്ഷരങ്ങൾ തിരിഞ്ഞ കാലം മുതൽ പുസ്തകങ്ങൾ കേട്ടാലേ എനിക്ക് അലർജിയാണ്. എന്റെ കയ്യിൽ ഒറ്റ പുസ്തകമേ ഉള്ളൂ. എന്താണെന്ന് അറിയാമോ? രാമായണം. എങ്കിൽ ഭാഗവതം. അതൊന്നും അല്ല. റെയിൽവേ ടൈം ടേബിൾ. എപ്പോഴാണ് നിങ്ങൾ കൂടുതൽ വിയർക്കുന്നത്? പെണ്ണുങ്ങളെ കാണുമ്പോഴോ അതോ അവരുമായി സംസാരിക്കുമ്പോഴോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോ എന്റെ ശ്വാസത്തിന്റെ വേഗത വർദ്ധിക്കും. അവരെന്നെ സൂക്ഷിച്ചു നോക്കിയാ എന്റെ ഹാർട്ട് ബീറ്റ് കൂടും. അവരുമായി സംസാരിക്കുമ്പോ ഞാൻ ആകെ വിയർക്കും. പ്രായം കൂടിയ സ്ത്രീകളെ കാണുമ്പോഴോ അതോ ചെറുപ്പക്കാരികളെ കാണുമ്പോഴോ കൂടുതൽ? അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇതുകൊണ്ട് വല്ല ബുദ്ധിമുട്ട് നിങ്ങൾ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഓഫീസിൽ വരുന്ന ആൾക്കാരുടെ മുമ്പിൽ പോലും ഞാൻ കൊച്ചാകാറുണ്ട്. അപ്പച്ചന്റെ അമ്മച്ചിയുടെയും ഇളയ മോനാണ് ഞാൻ. അവരെന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു. പക്ഷെ ഈ ചുറ്റുപാട് വിവാഹം കഴിച്ചാൽ എന്റെ ദാമ്പത്യ ബന്ധം തകർന്നു പോകുമെന്ന എനിക്ക് പേടി. ഓഫീസിൽ തന്നെയുള്ള എല്ലാവരും എന്നെ വെറും ഒരു മഫനായിട്ടാണ് കാണുന്നത്. Excuse me. Yes, Dr. Fernandez here. ഡോബർമേനോ? നോ, ഗ്രേറ്റ് ടീം തന്നെ വേണം. ഞാൻ പറഞ്ഞില്ലേ പട്ടിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലെന്ന്. ഐ എം സോറി. നിങ്ങൾക്ക് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ തോന്നാൻ കാരണം? എന്റെ ഓഫീസിൽ ഒരു സ്നേഹിതനാണ് എന്നോട് പറഞ്ഞത്, ഡോക്ടർ എങ്ങനെയെങ്കിലും ഒരു രക്ഷിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നിങ്ങൾ ധൃതി പിടിക്കാതിരിക്കൂ. ഇത് നിങ്ങൾക്ക് തന്നെ നിയന്ത്രിച്ച് മാറ്റാവുന്ന രോഗമാണ്. മേലിൽ ആരുമായും നിങ്ങൾ സീരിയസ് ആയി പെരുമാറുക. ഭയപ്പെടാതിരിക്കൂ. എന്നും രാവിലെ എഴുന്നേറ്റ് 5 മിനിറ്റ് മനസ്സൊന്ന് ഏകാഗ്രമാക്കിയിരിക്കാൻ ശ്രമിക്കുക. ഐ മീൻ കോൺസെൻട്രേഷൻ. ഒരാഴ്ച കഴിഞ്ഞ്, അതായത് 28-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഇവിടെ വരിക. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, യെസ്. ഞാനിവിടെ വന്ന വിവരം പുറത്ത് ആരോടും പറയല്ലേ? ഞാനും